ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ ചാനലിൽ കൂടി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ഞാനൊരു മകളെയാണ്, ഒരു കുഞ്ഞുമോളെയാണ് പരിചയപ്പെടുത്തുന്നത് ഈ ചാനലിൽ കൂടി. എല്ലാ മാതാപിതാക്കളും നിങ്ങളുടെ ഓരോ കുട്ടികളെയും ഈ ഇൻ്റർവ്യൂ ആ കുഞ്ഞുങ്ങളെയും കേൾപ്പിക്കണം. ഇത് ഓരോ കുഞ്ഞുങ്ങൾക്കും പ്രയോജനപ്പെടും. കർത്താവിൽ വളരുവാൻ, അവർക്ക് ജ്ഞാനത്തിൽ വളരുവാൻ, ഈ ലോകത്തിൽ എങ്ങനെ പഠിക്കണമെന്നൊക്കെ പ്രയോജനപ്പെടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ആരിക മോളാണ്. പ്രൈസ് ലോർഡ് മോളെ. ഈ മോൾക്ക് കേരള സ്റ്റേറ്റിൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ് 10th. എത്ര മാർക്കോടുകൂടിയാണ് മോൾ പാസ്സായത് ഈ പ്രാവശ്യം? 99%. 99%ഓടുകൂടി കേരള സ്റ്റേറ്റിൽ, അല്ലേ? കേരള സ്റ്റേറ്റിൽ പാസ്സായ ഒരു കുഞ്ഞാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. നമുക്ക് ഓരോ മാതാപിതാക്കൾക്കും ഭയങ്കര ആഗ്രഹമാണ് കുഞ്ഞുങ്ങൾ പഠിക്കണം. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്ന ഒരു LKGയോ നഴ്സറിയോ അതിന് മുമ്പ് തൊട്ടേ നമ്മുടെ എല്ലാ മാതാപിതാക്കളുടെ ആഗ്രഹം എന്താ? കുഞ്ഞുങ്ങൾ പഠിക്കണം. നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ചു വെച്ചിരുന്നിട്ട് പഠിപ്പിക്കും. അതെല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ ജ്ഞാനത്തിൽ വളരുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയും ട്യൂഷന് വിടുകയും ബുക്കുകൾ വാങ്ങിച്ചു കൊടുക്കുകയും ഒരുപാട് റിസോഴ്സസ് അതിനുവേണ്ടി, ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ഈ സമയങ്ങളിൽ ഈ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആരികമ്മളുടെ അനുഭവങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ അതിനു മുമ്പ് ഒരു ബൈബിൾ വേർഡാണ് വായിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മൾ എങ്ങനെ കുഞ്ഞുങ്ങളെ വളർത്തണം എന്ന് ഉള്ള അടിസ്ഥാനത്തിലൊരു ബൈബിൾ വേർഡ് വായിക്കുന്നത്. പ്രോവേഴ്സ് 1:7 എല്ലാവർക്കും അറിയാവുന്നതാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. കർത്താവിലുള്ള ജ്ഞാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം. യേശു ക്രിസ്തുവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഓരോ പടിപടിയായിട്ട് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ആരിക മോളുണ്ട്. 10th കഴിഞ്ഞു. മോൾക്ക് 99% മാർക്ക്, അല്ലേ? സെക്കൻഡ് ഹയസ്റ്റ് ആണ്. മോൾ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാനിവിടെ അടുത്ത് തന്നെ ഉള്ള CMS HSS മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത് 10th വരെ. ആ 10th മോൾക്ക് 99%. സ്കൂൾ ടോപ്പറാണോ? സ്കൂൾ ടോപ്പർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേഡാണ്. അപ്പോൾ നമുക്കറിയില്ല. 10 A+ ഉണ്ട്. എല്ലാവർക്കും A+. ഓക്കെ. എല്ലാ സബ്ജക്റ്റിനും A+ ഉണ്ട്. അപ്പം കേരള സ്റ്റേറ്റിൽ 99% ഉള്ള മോൾക്ക് സെക്കൻഡ് ഹയസ്റ്റ് ആണ്. മോളെ ഞാൻ ഈ ചോദിക്കുന്നത്, അനേകം കുട്ടികൾ നമ്മളെ വാച്ച് ചെയ്യും പുഴകാലെ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് മോൾക്ക് ഇത്രയും സ്കോർ ഇത്രയും ഒരു ഹൈ സ്കോർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എന്തെങ്കിലും ഒരു സീക്രട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? സീക്രട്ട് നമ്മൾ തന്നെ പഠിച്ചാൽ മാത്രം പോരാ. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇല്ലെങ്കിൽ ഒന്നുമേ ഇല്ല. നമ്മൾ നാം പാതി ദൈവം പാതി എന്നാണ് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ പഠിത്തത്തിൽ ആദ്യം മുതലേ എൻ്റെ ഒരു ഓർമ്മ വെച്ച മുതലേ ഞാൻ രാവിലെ വൈകിട്ടും എല്ലാം പ്രാർത്ഥിക്കും. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പും എല്ലാം പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. എല്ലാ കാര്യത്തിലും ദൈവത്തെ വെച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും നല്ല മാർക്ക് കിട്ടിയതും ഒക്കെ. അല്ലാതെ എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നുമല്ല, സ്വന്തം എഫേർട്ട് കൊണ്ടല്ല. എത്ര സമയം മോള് പഠിക്കും? രാവിലെ ഞാൻ സ്കൂളിൽ പോകും. രാവിലെ ഞാൻ എഴുന്നേറ്റ് പഠിക്കും. ഞാൻ 4:30 ആകുമ്പോൾ എഴുന്നേക്കുമായിരുന്നു 10th തൊട്ട്. എഴുന്നേറ്റ് പഠിക്കും. 7:30 വരെ പഠിക്കും. എന്നിട്ട് സ്കൂളിൽ പോകും, വരും. പിന്നെ 6:30 ആകുമ്പോൾ പഠിക്കാൻ തുടങ്ങും. 10:30 വരെ പഠിക്കും. പിന്നെയും പഠിക്കും. ഒരു 5-6 മണിക്കൂർ ഡെയിലി സ്പെൻഡ് ചെയ്യും. അല്ലാതെ ലീവ് എടുക്കുമോ? അങ്ങനെ കുറച്ച് ഉറങ്ങുന്ന സമയമായിട്ടുള്ള വീക്ക് ഡേയ്സിൽ എന്തെങ്കിലും അങ്ങനെ സ്പെൻഡ് ചെയ്യാറുണ്ടോ? അതോ ഡെയിലി ഇങ്ങനെ തന്നെ 6 days പഠിക്കും? സ്തോത്രം. പിന്നെ നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥനയെ പറ്റിയിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്യും? പഠിക്കുന്നതിന് മുമ്പാണോ? പഠിക്കുന്നതിന് മുമ്പാണ് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത്. അതിനുശേഷമേ പഠിക്കുകയുള്ളൂ. അപ്പം ഞാൻ എല്ലാ സൺഡേയും പള്ളിയിൽ പോകാറുണ്ട്. ഏത് പള്ളിയിലാണ് കുഞ്ഞു പോകുന്നത്? IPC മെത്താനം എബനേസർ എന്ന് പറഞ്ഞ പള്ളിയിലാണ്. മല്ലപ്പള്ളിയിലാണോ? അല്ലല്ല, എരമറ്റൂർ IPC ചർച്ചിലാണ് മോള് പോകുന്നത്. സൺഡേ സ്കൂളിൽ പോകാറുണ്ട്? സൺഡേ സ്കൂളിൽ പോകാറുണ്ട്. എനിക്ക് സൺഡേ സ്കൂളിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സൺഡേ സ്കൂൾ എക്സാമിന്, അങ്ങനെ യൂത്ത് മീറ്റിംഗ്സിൽ എല്ലാത്തിനും ഞാൻ പോകാറുണ്ട്. എല്ലാത്തിനും പോകാറുണ്ട്. ഏതെങ്കിലും ഒരു അനുഭവത്തിൽ എനിക്കിത് പഠിച്ചില്ല, എനിക്കിത് പഠിക്കാനുണ്ടെന്നും പറഞ്ഞ് സൺഡേ സ്കൂൾ മിസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറ്റൻഡൻസിലെല്ലാം കറക്റ്റ്. അതാണ് എനിക്ക് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ളത്. ഏതെങ്കിലും പ്രാർത്ഥന മോള് മിസ് ചെയ്തിട്ടുണ്ടോ? പ്രാർത്ഥന പഠിക്കാൻ വേണ്ടിയിട്ട്? ഇല്ല, ഒരിക്കലും ഇല്ല. ആദ്യം ദൈവം
പ്രാർത്ഥിച്ചിട്ടേ നമ്മളെല്ലാം തുടങ്ങത്തുള്ളൂ. ഇതാണ് എനിക്ക് കുറച്ച് ഒത്തിരി അധികം ഇമ്പ്രസ് ചെയ്തത്. 10th ബോർഡ് എക്സാംസ് അങ്ങനെയുള്ള പല കാര്യങ്ങൾ വരുമ്പോൾ പേരൻസ് ഞാൻ പലതും കണ്ടിട്ടുണ്ട്. കുട്ടികളെ ചേർച്ചിൽ കൊണ്ടുപോകത്തില്ല. അയ്യോ പഠിക്കാനുണ്ട്, പഠിച്ചു തീർന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിക്കാനോ സൺഡേ സ്കൂളിലോ ഒക്കെ പേരൻസ് തന്നെ അതിനെ വിലക്കുന്ന ഒരു അനുഭവങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ മോള് പറയുന്നത് എല്ലാ ചർച്ച് ആക്ടിവിറ്റീസിനും സൺഡേ സ്കൂളും ബൈബിൾ പഠനത്തിലും എല്ലാം മോൾ ആക്റ്റീവായിരുന്നു. അതൊന്നും മിസ് ചെയ്യാതാണ് കുഞ്ഞ് ഇത്രയും മാർക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് പേരൻസിനോടും പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ ആദ്യം കർത്താവിൽ വളർത്തുക. അവർ പിന്നീട് ആ വചനം നമ്മൾ ജ്ഞാനം തരുന്നത്, ബുദ്ധി തരുന്നത്. നമ്മൾ എത്ര പഠിച്ചാലും അവിടെ പോയിരിക്കുന്നതാണ് ചിലപ്പോൾ നമുക്കൊരു തോട്ട് ബ്ലോക്ക് മതിയല്ലോ. അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുന്ന സമയത്തൊന്ന് കാല് സ്ലിപ്പ് ചെയ്ത് വീണാൽ മതിയല്ലോ, ഹോസ്പിറ്റലായി പോകത്തില്ലേ, ആ എക്സാം എഴുതാൻ കഴിയാതെ പോകും. അതിനാൽ എനിക്ക് പേരൻസിനോട് പറയാനുള്ളത്, കുട്ടികളെ എപ്പോഴും നമ്മൾ വചനത്തിൽ വളർത്താനുള്ള സാഹചര്യം ഉള്ളപ്പോൾ ആ വചനത്തിൽ വളർത്തുക, പ്രാർത്ഥനയിൽ കൊണ്ടുപോവുക. പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രം പഠിക്കുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. മോൾക്കായിട്ട് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നു. 99% എന്ന് പറയുന്ന ഒരു ചെറിയ മാർഗ്ഗമല്ലല്ലോ. ഇത്രയും സ്കോർ കിട്ടുമ്പോഴും വചനത്തിൽ വളർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മോൾക്ക് ഇത്രയും സ്കോർ കിട്ടുവാനായിട്ട് ദൈവം സഹായിച്ചത്. സൺഡേ സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. എല്ലാ ദിവസവും പോകാറുണ്ട്, എല്ലാ സൺഡേയും പോകാറുണ്ട്. സ്തോത്രം. പിന്നെ മോളുടെ സ്കൂളിനെ പറ്റിയിട്ട് എന്താ പറയുന്നത്? സ്കൂള് എനിക്ക് ഏറ്റവും സപ്പോർട്ടീവ് ആയിരുന്നു. ടീച്ചേഴ്സ് എല്ലാവരും തന്നെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അവർ ഞങ്ങളുടെ കൂടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പേരൻസ് ആയാലും എല്ലാവരും ഉണ്ടായിരുന്നു. സ്കൂളും പിന്നെ ഈ മൊബൈലും സ്കൂളിൽ അലൗഡ് ആണ്? മൊബൈലിനെ കുറിച്ചുള്ള യൂസ് എങ്ങനെയാ? എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? 10th ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പം പിന്നെ എനിക്കൊരിത് 10th വന്നപ്പോഴത്തേക്ക് ഒരിതായിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യാറില്ലായിരുന്നു ഫോണിലായിരുന്നു. അതിനധികം നേരം സ്പെൻഡ് ചെയ്യാറില്ല. അതാണ് മറ്റ് പല കുട്ടികൾക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അവരങ്ങ് ഫോണിന് അഡിക്റ്റ് ആയി കഴിയുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകും, പഠിത്തത്തിൽ നിന്നും അവർ മാറിപ്പോകും. അപ്പോൾ ഫോൺ ലിമിറ്റ് ചെയ്യുക, ആവശ്യത്തിന് വേണ്ടി മാത്രം. നമുക്ക് ഫോൺ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം. അതിന് എക്സ്ട്രാ ഏത് കാര്യവും അമൃതും വിഷമാണെന്ന്, ഓവറായ വിഷമാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനെല്ലാം നമുക്ക്, ഈവൻ ഫുഡാണെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുക. എക്സ്ട്രാ ആയി കഴിയുമ്പോൾ അതെല്ലാം വിഷമായി മാറുകയാണ്. അപ്പോൾ ഫോൺ മോള് ലിമിറ്റഡ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സൺഡേ സ്കൂളിലൊക്കെ പോയി. മോള് ട്യൂഷന് പോകാറുണ്ടായിരുന്നു? ഇല്ല, 10th മാത്സിന് മാത്രം എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ അത് ഓക്കെ ആയി, പിന്നെ പോകുന്നില്ല. ട്യൂഷനും പോകാതാണ് ഇത്രയും മാർക്ക് വാങ്ങിച്ചത്. വീട്ടിലെ മമ്മി പഠിപ്പിക്കുക? മമ്മി ഇടയ്ക്കൊക്കെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് ചോദിക്കും, പറഞ്ഞുതരും. ഓക്കെ. അങ്ങനെ ടീച്ചേഴ്സിന്റെ അടുത്ത് എക്സ്ട്രാ ക്ലാസ്സിന് പോകുമോ? ഇല്ല. അല്ല, എന്റെ സംശയം ഉണ്ടെങ്കിൽ മാത്രം. സംശയം ഉണ്ടെങ്കിൽ അവർ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുമ്പോൾ ഞാൻ ചോദിക്കും. സ്കൂളിൽ തന്നെയുള്ള കുട്ടികളെ ഇങ്ങനെ ബാക്കായിട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക? അങ്ങനെ ഞാൻ ടീച്ചർ തന്നെ ചിലരോട് ഞങ്ങളോടൊക്കെ പറയും. പിന്നെ എനിക്കും തോന്നിയിട്ടുണ്ട് ചിലരോട് പറയുന്നത്. ചിലരുടെ സിറ്റുവേഷൻ കാണുമ്പോൾ മോള് പോയി പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും, എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും. നമ്മുടെ ഒരേ ലെവലിലുള്ള ഒരേ ക്ലാസ്സിലുള്ള കുട്ടികളാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പറഞ്ഞ ടീച്ചേഴ്സിനെക്കാട്ടി കൂടുതൽ ചിലപ്പോൾ നമ്മൾ മോള് പറഞ്ഞു കൊടുത്താൽ ചിലപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്തോത്രം. കണ്ടില്ലേ, മോൾക്ക് 99% മാർക്ക് വാങ്ങിച്ചത് ഒരു ട്യൂഷന് പോലും പോകാതെയാണ്. അപ്പോഴവിടെ ഒരു പ്രധാന കാര്യമൊന്നും ഞാൻ നോട്ട് ചെയ്തേക്കുന്നത്, ഈ മൊബൈലിൽ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തില്ല. ഓൾ അബൌട്ട് TV, ടെലിവിഷൻ അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, ടെലിവിഷൻ കാണത്തില്ല. വാർത്തകളോ? കാണും, ന്യൂസ് പേപ്പേഴ്സ് വായിക്കും. അത് വായിക്കണമല്ലോ, നമ്മളെ ഡെയിലി അപ്ഡേറ്റ്സ് അറിയാം. ആവശ്യത്തിന് മാത്രം നമ്മളുടെ വേണ്ടിയതായ റിസോഴ്സസ് യൂസ് ചെയ്യുക. മൊബൈല്, ടെലിവിഷന് ഒക്കെ. അതിന് മമ്മി വഴക്ക് പറയുന്നതാണോ അതോ? ഇല്ല, മമ്മി പറയില്ല. മമ്മി പഠിക്കും. നമ്മളിപ്പോ പ്രഷർ ചെയ്ത് പഠിപ്പിച്ചിട്ട് സ്വന്തമായിട്ട്. അപ്പോൾ ഇതിനുള്ള ആ ഒരു പ്രചോദനം കർത്താവിൽ നിന്ന് തന്നെയാണ്. പ്രാർത്ഥന അത് നമ്മുടെ ആഹാരമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴേ, ഇപ്പം പ്രശ്നമില്ലാത്ത ആരുമില്ലല്ലോ, മോൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു വിഷമം, അല്ലയോ ഇതെനിക്ക് അറിയത്തില്ല, ഞാനിത് പഠിച്ചു തീർന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു ബൈബിൾ വേർഡ് പെട്ടെന്ന് മോൾ പ്രാർത്ഥിക്കുന്നത്? കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണം. അങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ഏതെങ്കിലും ഒരു ബൈബിൾ വേർഡ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണ്ടോ? ജ്ഞാനത്തെ പറ്റി? അല്ല, കർത്താവേ എനിക്ക് ജ്ഞാനം തരണമേ, അങ്ങനെ പറഞ്ഞു. എനിക്ക് ജ്ഞാനം തരണമേ, അറിവ് തന്ന് സഹായിക്കണമേ.
ഒക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കും. എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ് അതെ പഠിക്കാനിരിക്കുന്നത്. അതെ. സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ബൈബിൾ വേർഡ് വായിക്കുകയാണ്. കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത് യാക്കോബിൻ്റെ ലേഖനം 1:5 പറയുന്നുണ്ട്, ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ, ഞാൻ ആ ജ്ഞാനം തരുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ കുഞ്ഞ് പഠിച്ചതിനകത്ത് ഞാൻ യാക്കോബ് 1:5 വായിക്കാം. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. സ്തോത്രം. ഔദാര്യമായിട്ടാണ് കർത്താവ് തരുന്നത്. ജ്ഞാനം മാത്രമല്ല, കർത്താവ് തരുന്ന എല്ലാം ഔദാര്യമായിട്ടാണ്. നമ്മൾ ഈ വായു നോക്കിയാലും എല്ലാം, നമ്മുടെ ആരോഗ്യം എല്ലാം കർത്താവിൻ്റെ കൃപയാണ്, ഔദാര്യമാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരൊന്ന് ജയിച്ചു പോകാൻ അല്ലെങ്കിൽ അവരൊന്ന് നല്ല മാർക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ഒരിക്കലും ദൈവവചനം അവരിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം ഈ വചനത്തിൽ കൂടി മാത്രമാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ഒരുപക്ഷെ 99 or 100 മാർക്ക് വാങ്ങിച്ചത് കൊണ്ടല്ല, അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഓരോ സ്റ്റെപ്പുകളും അവരെടുക്കേണ്ടത് ഈ ജ്ഞാനത്തിൽ തന്നെ ആയിരിക്കണം. വലിയ മാർക്ക് വാങ്ങിച്ച് വലിയ മേഘത്തിലൊന്നും കയറിയിട്ടൊന്നും കാര്യമില്ല. ആ സെയിം ടൈമിൽ ജീവിതത്തിൽ അവൻ്റെ ഓരോ സ്റ്റെപ്പും വിനയമുള്ളവരായിരിക്കുക, മാതാപിതാക്കളെ അനുസരിക്കുന്നവരായിരിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായിരിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുന്നവരായിരിക്കുക, എല്ലാം അതിനോട് ചേർന്നുള്ളത് വരണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ തന്നെ വളർന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കുഞ്ഞിന് മാതാപിതാക്കളോട് അവർ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഗുരുക്കന്മാരുടെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഉണ്ട്, കൂട്ടുകാർക്ക് കുഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയും കുഞ്ഞ് പറയുന്നത് ദൈവവചനത്തിൽ കൂടി വളർന്നതുകൊണ്ടാണ്. ഒരു സൺഡേ സ്കൂളോ ഒരു പ്രെയറോ ഒരു ആരാധനയോ ഒന്നും മിസ് ചെയ്യാതെ കുഞ്ഞ് വളർന്നു വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വളർന്നു വരുവാൻ ദൈവം കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് മോളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു. നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും ഈ കൃപയിൽ വളരുവാൻ, ദൈവ സാന്നിധ്യത്തിൽ വളരുവാൻ നമുക്കും സാധിക്കും. അതിന് തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മോളെ, ഇൻ്റർവ്യൂവിന് ആൻറ്റിയുടെ കൂടെ ഇരുന്നതിന് ഒത്തിരി നന്ദി. കുഞ്ഞിന് ഒരു വാക്കിൽ കേൾക്കുന്ന മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവർക്കൊരു ജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട്. ദൈവനാമത്തിന് സ്തോത്രം 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 യേശുപ്പിച്ച സ്തോത്രം. ഞങ്ങളിപ്പോൾ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടി ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ ദൈവനെ സഹായിച്ചു. ദൈവമേ, ഈ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു പ്രചോദനമായി തീർന്ന് എല്ലാവരും ഇതിൽ പാതയിലൂടെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച സ്തോത്രം സ്തോത്രം. ഈ കേൾക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ നിന്ന് പഠിക്കാത്തതും എല്ലാവരും ഇത് കേട്ട് നന്നായി പഠിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച സ്തോത്രം. പ്രാർത്ഥന കേട്ടുവെന്ന് അഭിഷേകം യേശുവിനാമത്തിൽ. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു.